അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്ന് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഈ ലൊക്കേഷൻ കണ്ട എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മളുള്ളത് ആക്ച്വലി തട്ടേക്കാടാണ്. യെസ്, നമ്മൾ മാമലക്കണ്ടത്തേക്കാണ് പോകുന്നത്. മാമലക്കണ്ടം എറണാകുളത്ത് നിന്ന് ഏകദേശം ഒരു 80 to 85 കിലോമീറ്റേഴ്സ് മാത്രം ദൂരമുള്ള സ്ഥലം. ഒരു 1 day ട്രിപ്പ് നമുക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നേരെ വരാവുന്ന ഒരു അടിപൊളി സ്പേസാണ് മാമലക്കണ്ടം. നമുക്ക് മാമലക്കണ്ടത്തേക്ക് പോകാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതെന്ന് വെച്ചാൽ വളരെ ഫേമസ് ആയിട്ട്, അതായത് കപ്പിൾസിൻ്റെ ഇടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഇടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. അതായത് മാമലക്കണ്ടം പോകുന്ന വഴിക്ക് നമ്മുടെ തട്ടേക്കാട് നിന്ന് പൂയംകുട്ടി പോകുന്ന റോഡ്, ആ റോട്ടിലുള്ള മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിക്കുന്ന ഒരു ഗ്രാസ് ലാൻഡാണ്. സോ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഈ വഴി പോകുന്നവർ എന്തായാലും ചെക്ക് ഇറ്റ് ഔട്ട്. സോ നമുക്ക് മാമലക്കണ്ടത്തേക്ക് പോകാം. സോ ലെറ്റ്സ് ഗോ. സോ നമ്മൾ തട്ടേക്കാട് നിന്ന് പോകുന്ന വഴിക്ക് മാമലക്കണ്ട റോട്ടിൽ വെച്ച് ഞാൻ ഒരു കാഴ്ച ഉണ്ട്. സോ അത് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. ഇവിടെ ഒരു ഏർമാടം കാണാം. ഏർമാടം അതിൻ്റെ സ്ഥിതിയാകെ മോശമാണ്, പക്ഷെ ഇവിടെ നല്ലൊരു ഭംഗിയുണ്ട്. ഇവിടെ ഒരു ലാഡറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇരിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. സോ നമ്മൾ തട്ടേക്കാട് നിന്ന് ഈ പറഞ്ഞ പോലെ മാമലക്കണ്ട പോകുന്ന വഴിക്കുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് കണ്ട വേറൊരു കാഴ്ചയാണ്. ഇവിടെ ഒരു ലേക്ക് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം പോയിട്ട് ഇവിടുത്തെ ഷട്ടിൽസ്, അതായത് ഇവിടെ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹൗസ് ബോട്ടല്ല, ഒരു ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഷട്ടിലൊക്കെ നിർത്തി വെച്ച് വെക്കണതാണ്. ജപമാല റാണി കാണാൻ പറ്റുന്നുണ്ട്. ഒരു കിടിലം ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഈ തട്ടേക്കാട് പോകുന്ന വഴിക്കുള്ളൊരു അടിപ്പം കാഴ്ചയാണ്. അപ്പോൾ ഇതാരും മിസ് ചെയ്യാതെ ഒന്ന് ജസ്റ്റ് നോക്കിക്കോ. വെള്ളം വരുമ്പോൾ ഇത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ നമ്മുടെ മൺസൂൺ ആവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ പോകാം. ഈ കാണുന്ന പാലം നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല. ഈ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ നദിയും നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല. എന്നാൽ എനിക്കൊരു ചെറിയ ഓർമ്മയുണ്ട്. 2007 ഫെബ്രുവരി 20 ഒരു എക്സ്കർഷന് പോയ 15 വിദ്യാർത്ഥിയും 2 ടീച്ചേഴ്സും അതുപോലെ അവരെ കൊണ്ടുപോയ ആ ട്രാവലർ ഓടിച്ച, അല്ലെങ്കിൽ ആ മിനി ബസ് ഓടിച്ച ആ ഡ്രൈവർ ഉൾപ്പെടെ മൊത്തം 18 പേര് വെള്ളത്തിൽ പോയൊരു ബോട്ട് അപകടമുണ്ട്. അതായത് തട്ടേക്കാട് ബോട്ട് അപകടം. അത് നടന്നൊരു സ്ഥലമാണത്. പിന്നെ അത് കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിൽ തട്ടേക്കാടിന് തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ പക്ഷി സങ്കേത ഒരു ഏരിയയുമുണ്ട്. അതും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് പൂയംകുട്ടി എന്ന് പറയുന്ന ഈ ബോർഡ് കാണുന്നത്. നേരെയാണ് പൂയംകുട്ടി, റൈറ്റാണ് പിണവർക്കുടി. നമുക്ക് പിണവർക്കുടിയിലോട്ടാണ് പോകേണ്ടത്, മാമലക്കണ്ടത്തേക്ക്. ഇപ്പോൾ കണ്ട കുറച്ച് കടകളുള്ള ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒട്ടുമിക്ക സ്ഥലവും റോഡും എല്ലാം കാടാൽ ചുറ്റപ്പെട്ട ഒരു സംവിധാനത്തിലാണ് പോകുന്നത്. ഇനി നമ്മൾ നേരെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ പന്തപ്ര എന്ന് പറയുന്ന ഒരു ബോർഡ് കാണാൻ പറ്റും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമുക്ക് ഈ പറഞ്ഞ മാമലക്കണ്ടത്തേക്ക് പോകേണ്ടത്. അപ്പോൾ ഈ ബോർഡ് ശ്രദ്ധിക്കുക, എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോകാം. പിന്നെയുള്ളതെല്ലാം നല്ല റോഡല്ല, ടാറിങ് ഒക്കെ വളരെ കുറവാണ്. പലതും നശിച്ചു പോയ റോഡുകളാണ്. കുറേയൊക്കെ കോൺക്രീറ്റഡും കുറേയൊക്കെ എന്താ പറയുക, മൊത്തത്തിൽ കൊളാപ്സായി കിടക്കുന്ന ഒരു കണ്ടീഷനാണ്. അതുപോലെ മുന്നോട്ട് പോകുന്തോറും ഒരു കാടിൻ്റെ നല്ല പ്രതിനിധി കിട്ടുന്നുണ്ട്. നല്ല ചീവീടിൻ്റെ സൗണ്ടും ചില ചെറിയ ചെറിയ കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ചില വളവുകളിൽ നമുക്ക് ഭീതിജനമായ ചില സിറ്റുവേഷൻ നമുക്ക് തോന്നാം. കാരണം ഇവിടെ ആനകൾ, പിന്നെ അങ്ങനെയുള്ള ചെറിയ ചെറിയ മൃഗങ്ങളെന്ന് വെച്ചാൽ വന്യജീവികൾ പോകുന്നൊരു സ്ഥലമാണ്. ഇനി നിങ്ങൾക്ക് സ്റ്റോറി പറഞ്ഞുതരാം. എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന പാലം പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്തതാണ്. വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ആനവണ്ടിയൊക്കെ ഈ പറഞ്ഞ ഒരു സ്ട്രീം ക്രോസ് ചെയ്തിട്ട് പോകുന്ന വീഡിയോസ് മാമലക്കണ്ടത്ത്. അത് ആക്ച്വലി ഇവിടെയാണ്. ഇതിപ്പോൾ പുതിയൊരു കൺസ്ട്രക്ഷൻ ഇവിടെ നടക്കുകയാണ്, പുതിയ ബ്രിഡ്ജിൻ്റെ. ഞാൻ നിങ്ങൾക്ക് ഈ ബ്രിഡ്ജിൻ്റെ ഇവിടെ വേറൊരു കാഴ്ചയുണ്ട്. ഞാൻ ഈ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാൽ പഴയൊരു ഓർമ്മ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ സ്ഥലത്തേക്ക് നടക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ട്രീം ഒഴുകുന്നുണ്ട്. അതുപോലെ ഇല്ല, ഇന്ന് നമുക്ക് ആ കാഴ്ച കാണാനുള്ള ഭാഗ്യമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. കാരണം ഇവിടെ എപ്പോഴും ഒത്തിരി ബട്ടർഫ്ലൈസ് വരും. ഈ പാലം പണിയൊന്നും കഴിക്കുന്നത് ഇവിടെ ഇപ്പോൾ ചുറ്റിനും പറക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഒത്തിരി ബട്ടർഫ്ലൈസ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ കാണുന്നില്ല, ഇവിടെയൊക്കെ കാണാനുണ്ട്. കാരണം ഈ കാണുന്ന ഈ കുറേ കല്ലുകൾ ഇറക്കണമുണ്ടോ, ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഹൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ബട്ടർഫ്ലൈ കാണാമായിരുന്നു. സോ നല്ലൊരു കാഴ്ച നമ്മൾ മിസ് ചെയ്തു. ആ ബ്രിഡ്ജിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ അഡ്വഞ്ചറിക്കായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും, അതായത് ബൈക്ക് റൈഡേഴ്സ് ആണെങ്കിലും കാർ റൈഡേഴ്സ് ആണെങ്കിലും ഇവിടെ ചെറിയ ചെറിയ വാട്ടർ ക്രോസിംഗ് ഉണ്ട്.
അവിടെ കുറച്ച് നേരം നിർത്തിയിടുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് സ്പീഡിൽ പോവുകയോ ചെയ്യുക. സ്പീഡിൽ പോകണ്ട, അവിടെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ വെള്ളത്തിൽ ചെറിയ ചെറിയ മീനുകൾ ഓടി കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇവിടുത്തെ മെയിൻ ഒരു ചെറിയ പ്രോബ്ലം എന്താണെന്ന് എനിക്കറിയില്ല. ഇന്ന് വീക്കെൻഡ് അല്ല, ആക്ച്വലി നമ്മൾ പോകുന്ന വീക്കെൻഡ് അല്ല, അതുകൊണ്ട് തിരക്കില്ല. അല്ലെങ്കിൽ സൺഡേസ് ആണെങ്കിലും വീക്കെൻഡ്സ് എന്തായാലും നല്ല ക്രൗഡഡ് ആയിരിക്കും, നല്ല റഷും ഉണ്ടാവും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ മാമലക്കണ്ടം ഈ കഴിഞ്ഞ ഒരു 3-4-5 വർഷമായിട്ട് നല്ല ഫേമസ് ആണ്. അതുപോലെ ആനവണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു 2.5 താഴെ മീറ്റേഴ്സുള്ളൊരു റോഡാണ് ഇവിടെ ഉള്ളത്. അതും പല സ്ഥലങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞതും കുറേ സ്ഥലങ്ങളിൽ പുതിയ കൺസ്ട്രക്ഷൻ നടക്കുന്നതായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടേക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റോട്ടിൽ കൂടെ പോകുമ്പോൾ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്കെതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ ഇപ്പോൾ 2 വീലേഴ്സിനൊന്നും വലിയ കുഴപ്പമില്ല, നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റും. അല്ലാതെ 4 വീലേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ട്രാവലറും ബസ്സും ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഓപ്പോസിറ്റ് ഒരു വലിയ വണ്ടി, ഒരു 6 വീല് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. കാരണം പല സ്ഥലങ്ങളിലും ഭയങ്കര ഹെയർ പിൻഡായിട്ടുള്ള ഏരിയാസ് ഉണ്ട്, പിന്നെ നല്ല പൊക്കമുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വണ്ടി നിർത്താൻ പ്രശ്നമാണ്. ഇവിടെ നമുക്ക് റൈറ്റാണ് കേട്ടോ പോകേണ്ടത്, ബോർഡ് വെച്ചിട്ടുണ്ട്. അത് നേരെ കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാം. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള, അറിയാലോ, അങ്ങടേക്കാണ് പോകുന്നത്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ചെറിയ ബ്രിഡ്ജ് ക്രോസ് ചെയ്യും. സോ നമ്മൾ മാമലക്കണ്ടം വരുമ്പോൾ മാമലക്കണ്ടം സ്കൂളുണ്ടല്ലോ, ആ ഫേമസ് സ്കൂളിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നല്ല, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരുപാട് ജീപ്പ് സഫാരികളുണ്ട്. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്, മുനിപ്പാറ, കൊയിനിപ്പാറ, പിന്നെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. എനിക്ക് പേരറിയാത്ത പല സ്ഥലങ്ങളും ഹിഡൻ സ്പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ഉള്ള ട്രക്കിങ്ങാണ്. അപ്പോൾ ട്രക്കിംഗ് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ 2000 രൂപയൊക്കെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ 2000 രൂപയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരു വർത്താണ്. കാരണം മാമലക്കണ്ടം നിങ്ങൾ വന്നിട്ട് ഒരു ഓഫ് റോഡ് അടിക്കാതെ എങ്ങനെ തിരിച്ചു പോകണേ? ഒരു കിടിലൻ ഡെസ്റ്റിനേഷൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് സ്കൂളുണ്ട്. ഇത് മാമലക്കണ്ടമാണ്, മാമലക്കണ്ടം ഗവൺമെൻറ് സ്കൂൾ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾ പല റീൽസിലോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസിലോ കണ്ടിട്ടുണ്ടാകും. ഇന്ന് വീക്കെൻഡ്സിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. കാരണം ഭയങ്കര റഷും ഭയങ്കര ക്രൗഡഡൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇന്ന് വീക്കെൻഡ് അല്ല. അപ്പോൾ സാധാ ഡേയ്സൊക്കെ വരാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കാണാൻ പറ്റും. പക്ഷേ ഈ ഗേറ്റൊക്കെ അടച്ചിട്ടുള്ള ആ ഒരു ലുക്ക് കാണാമല്ലോ. അത് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം കണ്ടോ, ഇതൊരു കിഡിലൻ സ്ട്രീമിൽ നിന്ന് വരുന്ന ഒരു നല്ലൊരു വാട്ടർഫോൾസാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനും. ഇത് കണ്ടിട്ടാണ് ആൾക്കാർ പലരും ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നത്. ഇത് മാത്രമല്ല, ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. സോ അപ്പോൾ നമുക്ക് പോകാം. അങ്ങനെ നമ്മുടെ സ്കൂളിൻ്റെ ഗേറ്റിൽ നിന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയാണ്. ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള വഴി എനിക്ക് ഒട്ടും അറിയത്തില്ല. എന്നാലും നമുക്ക് ചോദിച്ച് പോകാമെന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദിച്ച് പോകാം. യെസ്. അപ്പോൾ അടുത്തുള്ള ഒരു ആളോട് ചോദിച്ചപ്പോൾ നേരെ കാണുന്ന ഈ വഴി പോകാനാണ് പറഞ്ഞത്. ഈ വഴി എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല, എന്നാലും നമുക്ക് നേരെ പോകാം. ഒരു ചെറിയൊരു ബ്രിഡ്ജ് ഇവിടെ ഉണ്ട്. അപ്പോൾ സൈനായിട്ട് ആ ബ്രിഡ്ജ് ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ചേട്ടൻ പറഞ്ഞ പോലെ നേരെ തന്നെ പോകാം. നേരെ എന്ന് പറയുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു വലിയ കയറ്റാണേ. ആ കയറ്റം കയറി വരുമ്പോൾ റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടതെന്ന് തോന്നുന്നു, പക്ഷേ റൈറ്റിലേക്ക് പോകാനെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്ക് ലെഫ്റ്റിലേക്ക് പോകാം. അവിടെയാണ് ഒരു ചെറിയ റോഡ്. അപ്പോൾ അത് നേരെ ഇറങ്ങി വരുന്നത് ഭയങ്കര സ്ലഷിയും ഭയങ്കര ഒരു ഓഫ് റോഡ് മൂഡാണ് കേട്ടോ. അപ്പോൾ നല്ല ജെർക്കിയും കാര്യങ്ങളുണ്ട്, പിന്നെ നല്ല കയറ്റങ്ങളുണ്ട്. ഓഫ് റോഡാണ് മൊത്തത്തിൽ ഈ കാണുന്നത്. പിന്നെ നമ്മൾ ഒന്ന് പ്ലെയിനായിട്ട് ഒരു റബ്ബർ ഗാർഡുണ്ടല്ലോ, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇതിവിടെ റൈറ്റ് സൈഡിലൊരു ഹട്ടും ഉണ്ട്. ആ ഹട്ടൊക്കെ നമുക്ക് സൈനായിട്ട് ഓർത്ത് വയ്ക്കാം. പിന്നെയും നേരെ തന്നെ പോകണം. നമ്മൾ കാണുന്ന പോലെയല്ല, അത്യാവശ്യം ഓഫ് റോഡ് ഉണ്ട്. മുന്നോട്ട് പോകുന്തോറും റോഡ് വളരെ പൊട്ടിപ്പൊളിഞ്ഞായിട്ടാണ് കിടക്കുന്നത്. ഇടയിൽ ഇങ്ങനെ വെള്ളവും ചെളിയൊക്കെ, തലേ ദിവസം മഴ പെയ്തതിൻ്റെ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്ലിപ്പറി ആവാതെയൊക്കെ സൂക്ഷിക്കുക. മുന്നോട്ട് പോകുമ്പോൾ ഫുള്ള് കല്ലും കാര്യങ്ങളാണ്. അതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കയറ്റങ്ങളും ഇറക്കങ്ങളും വീണ്ടും കയറ്റങ്ങളും പാറകളും. ഏതായാലും ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നവർക്ക് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. വീഴാതെ സൂക്ഷിക്കുക. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു സംഭവം. നല്ലൊരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് തന്നെ തന്നിട്ടുണ്ട് ആക്ച്വലി. ഇപ്പോഴും നമ്മൾ റൈറ്റ് പ്ലേസിലാണോ എത്തിച്ചേരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. മുന്നോട്ട് പോകുന്തോറും ചെറിയൊരു ഭീതിയുണ്ട്, അറിയില്ല എന്തായി തീരുമെന്ന്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. വണ്ടി നമുക്ക് ഈ കാണുന്ന താഴത്തെ പാറയിലേക്ക് നിർത്തി വെച്ചിട്ട് നമുക്ക് നേരെ മുന്നോട്ട് പോകാവേ. സോ നമ്മളിപ്പോൾ മുനിപ്പാറ എന്നൊരു സ്ഥലത്തേക്കുള്ള യാത്രയാണ്. പക്ഷേ ആക്ച്വലി മുനിപ്പാറ എവിടെയാണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ബിക്കോസ് ഇവിടെ മാപ്പ് വർക്കില്ല, ഇൻ്റർനെറ്റ് ഇല്ല.
സോ GPS ഒന്നും വർക്കാവില്ല. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ടുള്ളൊരു വരവാണ്. വരുന്ന വഴിക്ക് പലരോട് ചോദിച്ചു. അപ്പോൾ അവർ ഈ റൂട്ട് പോകാൻ പറഞ്ഞു. പക്ഷേ ഈ ഇടയിലൊന്നും വെച്ച് ചോദിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ആ ചോദിച്ച സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററിൽ കൂടുതൽ ഓഫ് റോഡ് ചെയ്താൽ വന്നേ. ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ക്ലൈമ്പിംഗ് ഉള്ള ഓഫ് റോഡാണ്. സോ ഇതിനിടയിലൊന്നും വീടുകളുമില്ല, ആരോട് ചോദിക്കാനും പറ്റില്ല. അപ്പോൾ ഏകദേശം ആ റോഡ് വന്ന് റൈറ്റ് തിരിഞ്ഞ് നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി മുനിപ്പാറ ഐ തിങ്ക് ഇതവിടെയാണെന്നാണ് തോന്നുന്നത്. മേ ബി കണ്ടിട്ട് അതൊരു മുനിപ്പാറ പോലെ തോന്നുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഏതായാലും ഇവിടെ വന്നു കഴിയുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയ മലയുണ്ട്, ഇവിടെ ഒരു വലിയ മലയുണ്ട്. സോ മേ ബി ഈ ലെഫ്റ്റിൽ സെൻറ്ററിൽ കാണുന്ന ആ ഒരു സ്ഥലമായിരിക്കും. ഇതെന്താ കയ്യിൽ വടിയെന്ന് വെച്ചാൽ ഈ പ്രദേശത്തെങ്ങും ഒരു മനുഷ്യനില്ല. സോ നമ്മൾ ഒരു സേഫ്റ്റിക്ക് എടുത്തേക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുക. കാരണം വീക്കെൻഡ് അല്ലല്ലോ, അപ്പോൾ റൈഡേഴ്സും ആരുമില്ല. അപ്പോൾ ഏകദേശം മുനിപ്പാറ തന്നെയാണെന്നുള്ളൊരു ഇതിലാണ് പോകുന്നത്. കാരണം ഒരു സാങ്കല്പിക ലോകത്തേക്ക് കൂടിയാണ് നമ്മൾ നടക്കുക. കാരണം നമ്മൾ കണ്ട മുനിപ്പാറ ഇങ്ങനെയല്ല, പക്ഷേ കണ്ട മുനിപ്പാറയിൽ വെള്ളമില്ലാത്തൊരു സാഹചര്യം കൂടി ആയിരിക്കാം ചിലപ്പോൾ. പക്ഷേ താഴെ ഒരു സ്ട്രീം ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ഇതാണെന്നുള്ളൊരു ധാരണയിൽ നമുക്ക് മുനിപ്പാറയിലേക്ക് പോവാം. കാരണം ഈ കാണുന്നൊരു വഴി കണ്ടോ, അതെ ഈ ഈ ഈ ആരോ കണ്ടോ, ഈ കാണുന്ന ഈ ഒരു വഴി ഐ തിങ്ക് അതൊരു ജീപ്പ് പോകുന്നൊരു സ്പേസാണെന്ന് തോന്നുന്നു. അങ്ങനെ ക്ലൈംബ് ചെയ്യുന്നൊരു കണ്ട കുറേ നാളായിട്ട് നമ്മൾ ജീപ്പ് കയറി പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റോഡ് ആയിരിക്കാം, നോക്കാം. ബിക്കോസ് ഇവിടെ നിന്നൊക്കെ ഈ സെയിം തന്നെ കാര്യം. ഇവിടെ ജീപ്പ് മാത്രമേ ഉള്ളൂ. ജീപ്പിന് വരണമെങ്കിൽ തന്നെ ഒരു 2000 റുപ്പീസ് എന്തോ ആണ് അവരെ ചാർജ് വരിക. നമ്മൾ ജീപ്പ് എടുത്തില്ല, നമ്മൾ റിസ്ക് എടുക്കാമെന്ന് വിചാരിച്ചു. റിസ്ക് എടുത്താലാണല്ലോ നമുക്ക് അടിപൊളി വിഷ്വൽസ് കിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ ഒരു ബഡ്ജറ്റ് ട്രാവലിംഗ് ആണ്. അപ്പോൾ ആ ബഡ്ജറ്റിന് മൊത്തം നിൽക്കുന്ന ട്രാവലിംഗ് ആണ്. സോ യെസ്, ഇത് തന്നെയാണ് ഇപ്പോൾ സ്ഥലം. ഇവിടെ ഒരു ചെറിയ സ്ട്രീമും ഒരു പോണ്ട് പോലെ സെറ്റ് ആയിരിക്കുന്നൊരു സ്ഥലം. വാവ്, സൂപ്പർ. ഇവിടെ ഇറങ്ങി കുളിക്കാം കേട്ടോ, അടിപൊളി. മീനൊക്കെ ഉണ്ട് കേട്ടോ, കിടിലനാണേ. കണ്ടോ വെള്ളം വരുന്നൊരു സെറ്റപ്പ് ഉണ്ട്. സോ നമുക്ക് പതിയെ അങ്ങോട്ട് പോകാം. വാട്ട് എൽസ്? ആനയോ? അവിടെ ആനയുടെ കാൽപ്പാടാ മേ ബി ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു കുഴി വരേണ്ട കാര്യമില്ല. ആനയുടെ വന്നിട്ട് യെസ്. അപ്പോൾ ഗായ്സ്, ഇത് ആനയുടെ ബാക്കിലെ കാലുകളാണ് രണ്ടും. ഇത് വാല്, അല്ലാതെ സെൻറ്ററിലൊരു ഹോൾ വരില്ലല്ലോ, അല്ലെങ്കിൽ വെള്ളം മൊത്തം പറ്റി പോയതായിരിക്കും. എനിക്ക് കണ്ടിട്ട് ഇവിടെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആന വന്നതിൻ്റെ ആണ് ഒരു ലക്ഷണം എന്ന് തോന്നുന്നു. കാരണം ദേ അവിടെ കുറച്ച് ചെടിയൊക്കെ പോയിട്ടുണ്ട്. മേ ബി അത് വെള്ളത്തിൻ്റെ ഒഴുക്കിൽ പോയതായിരിക്കാം. ഏതായാലും അങ്ങനെ ഒരു സംഭവം, ഒരു ഫുട് പ്രിൻറ്റ് കണ്ടിട്ടുണ്ട്. സോ നമുക്ക് മുനിപ്പാറയിലോട്ടുള്ള യാത്രയിലേക്ക് പോകാം. സോ ഒരു വാട്ടർ ക്രോസിംഗ് ഉണ്ട്. ഇത് ബൈക്കിന് വരാമായിരുന്നു, പക്ഷേ ഞാൻ വിചാരിച്ചത് വരാൻ പറ്റില്ലെന്നാണ്. പക്ഷേ നമ്മുടെ വണ്ടിയുടെ സ്റ്റഡ് ടയറൊന്നുമല്ല. നല്ല ഓഫ് റോഡ് ബൈക്സായിട്ട് വരാം. വിത്ത് എക്സ്പീരിയൻസ്, എക്സ്പേർട്ടായിരിക്കണം. അല്ലെങ്കിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിക്കും കംപ്ലയിൻറ്റ്സ് വരും, അതുപോലെ നമ്മുടെ ശരീരവും കംപ്ലയിൻ്റ്. കാരണം വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 8 ഫീറ്റ് 9 ഫീറ്റ് നമ്മളും വണ്ടി കൊണ്ട് വീഴുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കണ്ട. ജീപ്പിന് വരാം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ നിന്നത് ആ ഭാഗത്താണ് വണ്ടി വച്ചേക്കുന്നത്. ആ ഭാഗത്തുനിന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നിൽക്കുന്നിടത്ത് ഏകദേശം ഒരു 300 മീറ്റർ അവിടെ വണ്ടി വെച്ചിട്ടുണ്ട്. അവിടെ നേരെ നമ്മൾ നടന്നു പോകുന്നു. കാരണം നമുക്ക് സ്ഥലം അറിയില്ല. ഈ പറഞ്ഞ പോലെ അന്വേഷിപ്പിൻ കണ്ടെത്തും ആ ഒരു മൂഡാണ്. അപ്പോൾ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്താനുള്ളൊരു മൈൻഡാണ്. ഞങ്ങൾക്ക് ട്രക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹാറ്റ്സ് ഓഫ് മൂഡ്. ഞങ്ങളെ തന്നെ ഭയങ്കരമായിട്ട് പൊക്കി പറയുന്നത് വി ആർ ട്രാവലേഴ്സ് എന്നാണ്. വല്ലപ്പോഴും ചെയ്യുന്ന ട്രാവലർ അടിപൊളിയാക്കണം, നല്ല വിഷ്വൽസ് നമുക്ക് കൊണ്ട് തന്നെ എന്നുള്ളൊരു കിടിലൻ എക്സ്പീരിയൻസും ആവട്ടെ എന്ന് വെച്ചിട്ടാണ്. സോ ഇതെല്ലാം ചെറുത്, നിങ്ങൾ പാക്കുന്ന എല്ലാമേ ചെറുത്, വലുത് വരപ്പറ. സോ മുനിപ്പാറ തേടി നമുക്ക് യാത്ര ചെയ്യാം. യെസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ഏതോ ഒരു ഡേ കൂടി ഇതിൽ കൂടെ മേ ബി ഇന്ന് മോർണിംഗ് ആയിരിക്കാം. കാരണം ചിലപ്പോൾ സൺറൈസൊക്കെ ഉണ്ടാവാൻ ചാൻസുള്ള സ്ഥലമായിരിക്കാം. ഏതായാലും മൃഗങ്ങളൊന്നും കാണുന്നില്ല. യെസ്, മൃഗങ്ങളൊന്നും കാണുന്നില്ല. ഉണ്ടാവാതിരിക്കാം. എനിക്ക് തോന്നുന്നു മുനിപ്പാറ ഓൾമോസ്റ്റ് അവിടെ ആയിരിക്കും.
അവിടെയൊക്കെ നോക്കി കാണാൻ പറ്റുന്നുണ്ടോ? ആ അടിപൊളി സംഭവം അവിടെയൊക്കെ. അവിടെ മേളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരിക. എല്ലാ മലകളിലും അങ്ങനെ സെയിം തന്നെയാണ്. സോ യെസ്, മുനിപ്പാറ കണ്ടില്ല, പക്ഷേ എൻ്റെ മുമ്പിൽ ഈ 30 മീറ്റേഴ്സ് അപ്പുറം മുനിപ്പാറ എന്നുള്ളൊരു ഉറപ്പുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ ട്രാവലിങ് ഈ ട്രക്കിങ്ങും നഷ്ടവും. സി ഒരു സൗണ്ട് കേട്ടോ. യെസ് യെസ് വി ഗോട്ട് ഇറ്റ്. ഈ ജംപ് പ്ലേസ് കണ്ടില്ലെന്നുണ്ടെങ്കിൽ ആക്ച്വലി മിസ് ചെയ്തിരുന്നെങ്കിൽ റിയലി വണ്ടേഴ്സ്, റിയലി വണ്ടേഴ്സ്. യെസ്, അപ്പോൾ ഇതാണ് മുനിപ്പാറ. മുനിപ്പാറ എന്താണെന്ന് മനസ്സിലായോ? നിങ്ങളൊന്നും നോക്ക്. ഇന്നത്തെ ഒരു മനുഷ്യന് സാധിക്കുമോ? ഇല്ല, ഒരിക്കലും സാധിക്കില്ല. ഇവിടെ ഒരു ക്രെയിൻ കയറി വരുമോ? ചിന്തിച്ച് നോക്കില്ല. എന്നൊരു JCB കയറി വരുമോ? മേ ബി ചാൻസ് ഉണ്ട്. എന്നാലും അവർക്ക് ഭ്രാന്തുണ്ടോ? ഇല്ല. ബിക്കോസ് ഇത് ഭയങ്കര സെറ്റപ്പ് സ്ഥലമാണ്. ഇനി ഇതിൻ്റെ അടുത്തേക്ക് പോകാമോ പോകണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ നെക്സ്റ്റ് ചോദ്യം. വേണ്ട, പോയേക്കാം. നമ്മൾ ഇവിടെ വന്നിട്ടൊന്നും നശിപ്പിക്കുന്നൊന്നുമില്ല. ഇത് എന്തോ ഒരു കാവ് പോലെ മെയിൻറ്റെയിൻ ചെയ്യണേ. ആക്ച്വലി മാമലക്കണ്ടത്തുള്ള ഈ മുനിപ്പാറ എന്ന് പറയുന്ന സ്ഥലം, ഇവിടെ ഒരു വച്ചാരാധന ഉണ്ട്. സി കാണിച്ചു തരാവേ. ഇതുണ്ടോ, മുനികൾ പണ്ട് വന്ന് തപസ്സിരുന്ന ഒരു ഗുഹ പോലത്തെ ഒരു സെറ്റപ്പാണ് മുനിപ്പാറ. ഈ ഓരോ കല്ലുകൾക്കും എനിക്ക് കറക്റ്റ് പറയാനറിയില്ല, എന്നാലും ഒരു 15 ടണ്ണെങ്കിലും മിനിമം ഓരോ കല്ലുകൾക്കും വെയിറ്റ് ഉണ്ട്. ഈ പണ്ട് നമ്മുടെ ഈ കൊടക്കല്ലുകൾ അല്ലെങ്കിൽ നന്നങ്ങാടിയൊക്കെ പോലത്തെ ആ ഒരു സിറ്റുവേഷൻ ആണെന്നറിയില്ല. അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ മുനിമാർ മഴയും വെയിലും ഇടിയും അങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തേക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, അവരൊരു പവർ ഓഫ് എന്തായിരിക്കും അവരുടെ ഹെൽത്തും ഫിസിക്കും ഒക്കെ അറിയില്ല. ചിലപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ പൊക്കി വെച്ചതായിരിക്കാം. ഇതുപോലെ പല പല സൈസിലുള്ള പീസുകൾ ഒരുമിച്ച് എന്തെങ്കിലും ജാക്കി പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരുടേതായ ടെക്നിക്സിൽ അവർ സെറ്റ് ചെയ്തേക്കണായിരിക്കും. എന്നാലും ഇത് ഭയങ്കര ഒരു ഓസം സംഭവമാണ്. നിങ്ങൾ എന്തായാലും മാമലക്കണ്ടം വരുന്നവർ ഇത് മിസ് ചെയ്യണ്ട. പക്ഷെ ഇവിടെ എത്താൻ വളരെ പാടാണ് കേട്ടോ, വളരെ പാടാണ്. ആൻഡ് ഇവിടെ ഭയങ്കര സൈലൻ്റാണ്. എൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ എക്കോ പോയിൻ്റ് ഒന്നുമില്ല. ഞാൻ ഇവിടെ സംസാരിച്ചിട്ടൊരു എക്കോയും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ചരിത്രം. ഇനി വേറൊരു ചരിത്രമുണ്ട്. ഈ മാമലക്കണ്ടം ഈ മുനിപ്പാറയുടെ ചുറ്റിലുള്ള കുറച്ച് ആദിവാസി കുടുംബം, അവിടെയൊക്കെ നോക്കിയാൽ ചെറിയ 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 ഹട്ട് പോലെ നമുക്ക് വീടുകളൊക്കെ കാണാൻ പറ്റും. മീൻസ് ഇതിൻ്റെ സറൗണ്ടിങ്ങിൽ ആദിവാസികളൊക്കെ ഉണ്ടാവും. കാരണം വരുന്ന വഴിക്കും നമ്മൾ അങ്ങനെയുള്ള കുറച്ച് ട്രൈബൽസിനെയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ട്രൈബൽസ് ഇവിടെ, അതായത് എന്താ പറയുക, ഇപ്പോൾ മൺസൂണൊന്നും ഇല്ലാത്ത സമയത്ത് വേനൽക്കാലമൊക്കെ ആകുമ്പോൾ മഴ പെയ്യാൻ വേണ്ടിയിട്ട് അവരിവിടെ വന്നിട്ട് ലൈക്ക് പായസമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പായസമൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. അത് ഇവരൊരു ആചാരം, അങ്ങനൊരു സെറ്റപ്പാണ്. ഓക്കെ, ഇതെനിക്ക് അറിഞ്ഞ കഥയാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഈ കഥ കേട്ട് ഈ സ്ഥലം വരണം എന്നുള്ളൊരു ആഗ്രഹം. പക്ഷേ എപ്പോൾ മാമലക്കണ്ടം വന്നാലും നമുക്ക് ഈ വഴി അറിയാതെ വഴി തെറ്റിപ്പോവും. ഇന്നെന്തോ ഭാഗ്യം ഇപ്പോഴും തിരിച്ചു പോയതാണ് ഒരു 1/2 കിലോമീറ്റർ തിരിച്ചു പോയത്. പക്ഷേ ഇത് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഈ തവണത്തെ വരവ്. സോ ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ മഴയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ മൺസൂൺ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നൊരു ടൈമാണ്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ജൂൺ 5 തീയതിയാണ്. അപ്പോൾ ജൂൺ ടൈമിലൊക്കെയാണ്. ബാക്കിൽ നമുക്ക് ചെറുതായിട്ടൊക്കെ മഞ്ഞ് പോണ പോലെ കാണാം കേട്ടോ. പക്ഷെ അത് വിസിബിൾ അല്ല, നമ്മുടെ കണ്ണുകൊണ്ടേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ കല്ലിൻ്റെ മേലെ കണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മഴ പെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ട്രൈബൽസ് ഇവിടെ പായസമൊക്കെ വെച്ച് കൊടുക്കുന്നൊരു ചെറിയൊരു സ്റ്റോറി ഇതിൻ്റെ ബിഹൈൻഡിലുണ്ട്. അപ്പോൾ ഇതാണ് മുനിപ്പാറ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പിയല്ലേ വീഡിയോ കണ്ടിട്ട്? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പി ആയിട്ട് നൈസായിട്ട് വീക്കെൻഡ്സൊക്കെ വാ. വീക്കെൻഡ്സ് തന്നെ വന്നായി, കാരണം ഇത് ഒറ്റപ്പെട്ട സ്ഥലമാണ്. നിങ്ങൾ കപ്പിൾസൊക്കെ ആയിട്ട് ഒരിക്കലും വരാൻ ശ്രമിക്കരുത് ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത്. എൻ്റെ കൂടെ എൻ്റെ വൈഫുണ്ട്. പക്ഷേ ഞങ്ങൾ ഇത്രയും ഒരു എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു മനുഷ്യൻ ഉണ്ടാവും എന്നുള്ളൊരു ധാരണയിലാണ് വന്നത്. പക്ഷേ ഇപ്പോൾ ആരുമില്ല. ചിലപ്പോൾ മോർണിംഗ് വന്നേക്കായിരിക്കും. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 1 ടൈം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ ഒരു സ്ട്രീം ഉണ്ടോ, ഒരു വെള്ളച്ചാട്ടവും കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുനിപ്പാറയുടെ കഥ. സോ നമ്മൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, കാരണം വലിച്ചു നീട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാമലക്കണ്ട എപ്പിസോഡ് ഇപ്പോൾ ഒന്നും തീരാൻ പോണില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് ശേഷമുള്ള എപ്പിസോഡ് അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് വീഡിയോ നമുക്ക് വേറൊരു സ്ഥലം കാണിച്ച് തുടങ്ങാം. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. സ്ട്രീമിങ് കിളികളുടെ ഒന്നും സൗണ്ടില്ല, പക്ഷേ വളരെ ലൈറ്റായിട്ട് നമുക്ക്
നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇതുപോലെ പല സ്ഥലത്തേക്കും ഇങ്ങനെ ഈ ഉറവയിൽ നിന്ന് വെള്ളം വന്ന് ഈ വന്നെത്തുന്ന വാട്ടർഫോൾസാണ് പല സ്ഥലത്തും. ഓ വെരി ബ്യൂട്ടിഫുൾ. മുനിമാർക്ക് തപസ്സിരിക്കുമ്പോൾ കാണാൻ പറ്റിയ കിടിലൻ സ്പോട്ടല്ലേ. നമുക്ക് തന്നെ ഇവിടെ ഇരുന്നിട്ട് തപസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ആവശ്യം ഒരാൾക്കാരുടെ ഒരു രീതികളെ, ഇതാണ് എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡൗൺ സ്ട്രീമായിട്ട് തോന്നുന്നത്. നടന്നു നോക്കാം എന്താണ് ഇവിടുത്തെ കാഴ്ച എന്ന്. ചിലപ്പോൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാതെ സംഭവിക്കും, അല്ലെങ്കിൽ ഒത്തിരി നമ്മൾ ചിലപ്പോൾ താഴേക്ക് കൊണ്ടുവരും, അറിയില്ല. നോക്കാം. ജസ്റ്റ് ഡൗൺ ആൻഡ് വണ്ടിയുടെ പാട് ഇപ്പോൾ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് നിർത്തും. ഐ ഡോണ്ട് നോ വാട്ട്സ് ഇറ്റ്. യെസ്, ഞാൻ പറഞ്ഞില്ലേ കിട്ടില്ലെന്നെ ഒരു പോയെന്നാണ്. നമ്മുടെ കയ്യിൽ ഡ്രോണൊന്നുമില്ല, ബട്ട് ഇതിൻ്റെ താഴേക്കൂടി ഒരു നല്ല സ്ട്രീം പോകുന്നുണ്ട്. പിന്നെ ആദ്യം വാട്ടർഫോളാന്ന് വെച്ചു. എനിക്ക് തോന്നുന്നു ഇന്ന് ഡൗൺ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ വാട്ടർഫോൾ ആവാൻ ചാൻസ് ഉള്ളൂ. കണ്ടോ? യെസ്, പൊളി. ലൈഫിലെ ഫീൽ ഗുഡ് അനുഭവം എന്നൊക്കെ പറഞ്ഞതേ ഇങ്ങനെ വന്ന് ഏതെങ്കിലും പാറച്ചോട്ടിലേക്ക് കിടന്ന് ലൈഫ് ആസ്വദിക്കാം. മനസ്സിലായോ? ഇതൊന്നല്ലാതെ വേറെന്താ വെച്ചാൽ ട്രിപ്പിങ്. അപ്പോൾ ഇത്രയും വലിയൊരു വൈബ് പിടിക്കാൻ സാധിച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എൻ്റെ പ്രചോദനം നിങ്ങൾക്ക് വേണ്ടിയിട്ട്, വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രാവൽ ചെയ്യുന്നത്. സോ ഐ എം വെരി ഹാപ്പി, ഗ്ലാഡ് ടു താങ്ക് വിത്ത് എവരി വൺ. ഓക്കെ, സോ ഞാൻ ഇവിടെ നിന്നിപ്പോൾ ഒരു കാഴ്ച ഉണ്ടേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഏറ്റവും ലാസ്റ്റ് ഒരു മൗണ്ടൻ. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഇല്ലിക്കക്കല്ലാണ് ആ സ്ഥലം. എന്നെൻ്റെ ധാരണയാണോ എന്നറിയില്ല, ഇല്ലിക്കക്കല്ലിന് മാത്രമേ ആ ഒരു ഷേപ്പിൽ ഞാൻ കണ്ടിട്ടുള്ളൂ, ഒരു റോക്ക് പോലെ നിൽക്കണേ. മേ ബി ഇല്ലിക്കക്കല്ലായിരിക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. ഇല്ലിക്കക്കല്ലും ഇതിന് തൊട്ടടുത്ത് ആവാൻ ചാൻസ് വളരെ കുറവാണ്, കാരണം അത് കോട്ടയം സൈഡാണ്. നിഷഫുൽ വലിയൊന്നും ആയിരിക്കില്ല എന്തായാലും. ഓക്കെ, ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ കാണിച്ചെന്നുള്ളേ. വല്ല കണ്ണീര് പോലത്തെ വെള്ളം. കുളിക്കാൻ പറ്റിയ സ്ഥലമാണ്, പക്ഷേ വെള്ളം വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഈ ചെടിയൊക്കെ നിൽക്കുന്നുണ്ടോ അത്രയൊക്കെ വെള്ളം ഇവിടെ ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നു, മനസ്സുണ്ടാവുന്നൊക്കെ ആകുമ്പോൾ. പക്ഷെ നല്ല രസമുണ്ടാണ്. ഇപ്പോൾ ഏകദേശം വെള്ളത്തിനൊരു 2 ഫീറ്റിന് താഴെ ഇതുണ്ട്. അടിപൊളി. അവിടെ കണ്ടോ മണൽ പോലെ കെട്ടിക്കിടക്കണ്ടോ, മേളിൽ നിന്ന് വന്നതാണ്. ഇതിനിടയിൽ മറ്റേ ചെറിയ ചെറിയ മീനുകളെ സൗണ്ട് കേട്ടോ, എന്ത് രസം. ഒരു 10 മിനിറ്റ് നമ്മൾ ഇരുന്ന് വയ്ക്കാൻ ഉറങ്ങി പോകുന്ന ഒരു അത്രയും സൂപ്പർ സൗണ്ടാണ്. അത് ഇറങ്ങിയാലൊന്നും കരുതുന്നു, വെള്ളം ചീറ്റാവില്ലെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് നോക്കാം. മഹാഭാവി ഈ വെള്ളത്തിലിറങ്ങി വെള്ളത്തിൻ്റെ പരിശുദ്ധത നഷ്ടപ്പെടുത്തുന്നുള്ളൊരു ചോദ്യം ഒന്നും ചോദിക്കരുത്. ഇപ്പോൾ ഇവിടെ ആരുമില്ല. ഇനിയിപ്പോൾ ഇന്നോ നാളെയോ മറ്റന്നാളോ ഒന്നും ഇവിടെ ആരും ഉണ്ടാകാനും പോണില്ല. അപ്പോൾ അടിപൊളി സ്ഥലം, അടിപൊളി സ്ഥലം, അടിപൊളി എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ ഫോൺ മുക്കി വീഡിയോ എടുക്കാമല്ലോ. യെസ്, അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും വാ, എൻജോയ് ചെയ്യ്. സൺറൈസ് ബാക്കിൽ കാണാൻ വരുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതോ അവിടെ സൂര്യഞ്ഞിട്ട് വെളിച്ചടിക്കണുണ്ടോ? അപ്പോൾ ഇതൊക്കെ ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, പോയി ആ അപ്പോൾ അവിടെ മുനിപ്പാറ എപ്പിസോഡല്ല, മാമലക്കണ്ടത്തിൻ്റെ നമ്മളൊരു സീരിയസ് ആയിട്ട് തന്നെ ഒരു പ്ലാൻ ചെയ്യണതാണ്. സീരിയസ് ആയിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാമലക്കണ്ടം നമ്മൾ ഒറ്റ വീഡിയോയിൽ അവസാനിപ്പിക്കാമെന്ന് വെച്ചാൽ
ഇറ്റ്സ് നോട്ട് പോസിബിൾ. സോ നമുക്ക് എന്താ ചെയ്യേണ്ടത്? എപ്പിസോഡ് ഇവിടെ വെച്ച് തീർക്കാമെന്ന് ഞാൻ വിചാരിച്ചാലോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചാലോ തീരില്ല. കാരണം ഈ എപ്പിസോഡ് തുടർന്നുകൊണ്ടിരിക്കാൻ പോകുന്നത്. മാമലക്കണ്ടം ഒത്തിരി സ്പോട്ടുണ്ട്. എനിക്ക് ഇന്ന് തന്നെ ഫുൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ മുനിപ്പാറ വരെ നമ്മൾ എത്തിയോണ്ടാണ് മുനിപ്പാറയെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറഞ്ഞത്. മാമലക്കണ്ടത്ത് ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട്. അതൊരു 1 ഡേ ട്രിപ്പ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങി ചിലപ്പോൾ കാണാൻ പറ്റിയിരിക്കും, പക്ഷേ എല്ലാവർക്കും റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു പെർഫെക്റ്റ് പ്ലാനിങ്ങിൽ നമ്മൾ ഏറ്റവും ഏർലി മോർണിംഗ് ഒക്കെ വന്നാൽ പോലും ഇവിടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എന്തായാലും നിങ്ങൾ പ്ലാൻ ചെയ്ത് തന്നെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ട് അതിൽ നിന്ന് നമുക്കൊരു എങ്ങനെയാണ് ഇതിലോട്ട് പോകാനുള്ള വേ ഒക്കെ അവർ കാണിച്ചു തന്നെ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം വരാം. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പെട്ടു. നല്ല കാറ്റൊക്കെ ഉണ്ട്, അടിപൊളിയല്ലേ. എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണമെന്ന് അറിയില്ല, പക്ഷേ ഞാൻ കുറച്ച് ക്ലോസ് ആയിട്ട് വന്നിട്ട് പറയണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മാമലക്കണ്ടം നോട്ട് പോസിബിൾ. ഇപ്പോൾ തന്നെ ടൈം ഏകദേശം ഒരു 3 o'clock ഒക്കെ റീച്ചായി. 3 o'clock അല്ല, 4 o'clock അടുത്ത് റീച്ചായി. അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് ഒന്നല്ല ഇറങ്ങിയത്, ആഫ്റ്റർ 9 ആണ് ഇറങ്ങിയത്. ആഫ്റ്റർ 9 ഇറങ്ങിയോണ്ടാണെന്നറിയില്ല, പക്ഷേ ഞങ്ങൾ ഇതിനിടയിൽ മാമലക്കണ്ടം സ്കൂൾ കണ്ടു. പിന്നെ വരുന്ന വഴിയൊക്കെ നല്ല അടിപൊളി റോഡാണ്. ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെ ഉണ്ടാവും. ബൈക്ക് റൈഡേഴ്സിന് പ്രത്യേകിച്ച്, അല്ലെങ്കിൽ കാർ റൈഡേഴ്സിന് മൺസൂണിൽ വന്ന് കാണാൻ പറ്റിയ കിടിലൻ സ്പേസ് തന്നെയാണ് മാമലക്കണ്ടം. മാമലക്കണ്ടം എവിടെയൊക്കെ വരുന്നത് വെച്ചാൽ മുനിപ്പാറ, കൊയിലിമല, പിന്നെ നമുക്ക് അറിയില്ലാത്തത് ആ കാണുന്ന മല പേരെ ചേർക്കാം. നമുക്കറിയില്ല അതിനൊരു പേരുണ്ടോയെന്ന് പോലും. പക്ഷേ ദിസ് ഈസ് മുനിപ്പാറ. നമ്മുടെ ഈ വീഡിയോ സൈനിങ് ഓഫ് ആണ്. അപ്പോൾ സൈനിങ് ഓഫ്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.